മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിരിക്കുകയാണ് ഈ 7ാം ക്ലാസ്സുകാരൻ. ആറ്റിങ്ങൽ ഐലം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ പ്രാണാണ് മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്ത് എഴുതിയത്. കത്തിൽ ഒരു അഭ്യർത്ഥനയാണുള്ളത്. എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം. വേനലവധിക്കാലം കഴിഞ്ഞപ്പോൾ 7ാം ക്ലാസ്സുകാരൻ പ്രാണിന് ഒരു കാര്യം മനസ്സിലായി. ഇക്കഴിഞ്ഞ അവധിക്കാലങ്ങളിൽ താൻ ഏറ്റവും ചൂടനുഭവിച്ച ദിവസങ്ങളാണ് ഇക്കൊല്ലം കടന്നുപോയത്. പരിഹാരമായി എന്തുണ്ടെന്നാലോചിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. ഈ വർഷം വളരെയധികമായി ചൂട് ഏൽക്കുകയും ഓരോ ആൾക്കാർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. കാരണം മരങ്ങളില്ലാത്തത് കൊണ്ട് നേരിട്ട് വെയിൽ നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുകയും അത് വളരെയധികം പൊള്ളലിന് സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വരുന്ന പരിസ്ഥിതി ദിനത്തിൽ 10 ലക്ഷം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിന്നപ്പോൾ തിരിച്ചറിഞ്ഞ ആശ്വാസം പരിഹാരമാകുമെന്ന് തോന്നി. ഞാനും എൻ്റെ അമ്മാമ്മയും കൂടി കുറെ വാഴ നട്ടിട്ടുണ്ട്, മാവ് നട്ടിട്ടുണ്ട്. ആ മാവ് ഈ വർഷം കായ്ക്കുകയും ഒരുപാട് മാങ്ങ ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരു പ്ലാവ് നട്ടിരുന്നു, അതും കാച്ച് ഒരുപാട് വിളവ് കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഞാനും എൻ്റെ അമ്മാമ്മയും കൂടി നട്ടിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ നടണമെന്നും വിത്ത് മുളപ്പിച്ച് തൈകളാക്കിയാൽ മതിയെന്നും ഈ ആശയം നടപ്പിലാക്കാൻ സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. പ്രാണിന് കൃഷി പ്രാണനാണ്. വീട്ടിലും അതിൻ്റെ തെളിവുകൾ കാണാം. ചുറ്റുപാടും നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വിദ്യാർത്ഥിക്ക് ആശങ്കയുണ്ട്. ഭാവിയിൽ വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. കുട്ടികൾക്ക് ഫ്രീ ആയി ചികിത്സ നൽകാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ഓരോ ഡോക്ടറുകളുടെ പിഴവ് കാരണം മറ്റു വ്യക്തികൾക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഒരു തവണ തന്നെ ഒരു അമ്മൂമ്മയുടെ കയ്യിൽ കുത്തിയപ്പെടുത്ത ശേഷം സൂചി ശരീരത്തിനുള്ളിലേക്ക് കടന്ന് 1 വർഷം കഴിഞ്ഞാണ് ഈ സൂചി ശരീരത്തിനുള്ളിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുക്കുക. പാഠപുസ്തകത്തിന് പുറത്തുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ സംസാരിക്കുകയാണ്, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, മിടുക്കരല്ലേ? നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു മോനാണ്. പ്രകൃതിയെക്കുറിച്ച് ചിന്തയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ചൂട് സമയത്തൊക്കെ നമ്മൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന ബോധമുണ്ട്. ആശുപത്രിയിൽ നടക്കുന്ന വീഴ്ചകൾ, അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ ആവണം, ഇതുപോലെ വീഴ്ചയൊന്നും സംഭവിക്കാതെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആവണം എന്നതൊക്കെയാണ് പ്രാണിൻ്റെ ആഗ്രഹം. നമുക്കിത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ. ചെറിയ മക്കളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു. രാഹുൽ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് എന്ന് മനോഹരമായി വിശ്വസിക്കാനാണ് ആഗ്രഹം. അങ്ങനെ തന്നെയാണ് വാസ്തവം. കാര്യം ഇന്ന് മുഖ്യമന്ത്രി വേദിയിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിവേഗത്തിൽ വിജ്ഞാനം കൈവരിക്കാൻ കഴിയുന്ന ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു ആഗ്രഹം നമുക്ക് തോന്നിയാൽ, ഒരു നിർദ്ദേശം സർക്കാരിലേക്ക്, മന്ത്രിയിലേക്ക് നമുക്ക് പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ സ്വീകാര്യത, അത് കഴമ്പുള്ള, അതിന് ആശയ ഗാംഭീര്യമുള്ള ഒരു കാര്യമാണ്, നിർദ്ദേശമാണ് പറയാനുള്ളത് എങ്കിൽ അത് ഏറ്റെടുക്കാനും അത് പ്രചരിപ്പിക്കാനും സംവിധാനങ്ങളും ആളുകളും ഉള്ളൊരു കാലഘട്ടമാണ് ഇത് എന്നുള്ളതാണ്. എത്ര പേര് എഴുത്തുകാരായതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കീഴിൽ നമ്മൾ കണ്ടതാണ്. എത്ര കുട്ടികൾ സ്വന്തം പേരിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടു. ഇപ്പോഴും തുടർച്ചയാണ് കാണുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ്സുകാരുടെ നിർദ്ദേശമാണ്, വേനൽക്കാലത്ത് ഭയങ്കര ചൂട്, ഈ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്ന് ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊന്നിരിക്കുമ്പോഴോ അസഹനീയമായ ചൂടാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചൂടിന് പരിഹാരം മരമാണ്, അത് തണലാകണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് പണ്ട് മുതൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യവും. ഇതിപ്പോൾ പാഠപുസ്തകത്തിന് പുറത്തേക്ക്, ഒരു ഹോംവർക്കിനപ്പുറത്തേക്ക്, ഒരു അസൈൻമെൻറ്റിനപ്പുറത്തേക്ക് അത് അനിവാര്യതയാണെന്ന് തോന്നുന്നിടത്താണ് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഉയരുന്നത്. ഇപ്പം ഈ പ്രാണിനെ പറ്റി തന്നെയാണ് രാഹുൽ. പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് കുട്ടികൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുന്നു എന്ന കാര്യം അഭിമാനവും സന്തോഷവും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ശരി.